നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഭൂമി തരം മാറ്റൽ അദാലത്ത്. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ 500 പേർക്ക് ആശ്വാസം. ഭൂമി തരം മാറ്റി ഉത്തരവ് കൈമാറി. കോട്ടയം കോടിമതയിൽ പഴയ MC റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. 15 വർഷമായി ടാറ് പൊളിഞ്ഞു കിടക്കുന്നു. റോഡരികിലെ ഓട നികന്നുപോയി. അവഗണനയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പൊൻകുന്നം അട്ടിക്കലിൽ നിയന്ത്രണം വിട്ട മിനിലോറി ഇടിച്ച് പൊൻകുന്നത്തെ പച്ചക്കറി വ്യാപാരി മരിച്ചു. മരിച്ചത് ടൗണിൽ പച്ചക്കറി കട നടത്തുന്ന രവീന്ദ്രൻ. മിനിലോറി ഇടിച്ച് 2 ഇരുചക്ര വാഹനയാത്രക്കാർക്കും പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ 500 പേർക്ക് ഭൂമി തരം മാറ്റി നൽകി ഉത്തരവുകൾ കൈമാറി. കോട്ടയത്ത് ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഇവ കൈമാറി. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ 500 പേർക്ക് ഭൂമി തരം മാറ്റി നൽകി ഉത്തരവുകൾ കൈമാറി. ഭൂമി തരം മാറ്റാനായുള്ള അപേക്ഷകൾക്കായി കോട്ടയം മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച അദാലത്തിലൂടെയാണ് ഉത്തരവുകൾ നൽകിയത്. ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഇവ കൈമാറി. പിന്നിലെ ഒത്തിരിയധികം ജീവനക്കാരുടെ എഫേർട്സ് ഉണ്ട്. അത് താങ്കളെല്ലാവരും അക്നോളജ് ചെയ്യണം മാത്രം റിക്വസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഈ നിങ്ങൾക്ക് ഉള്ള 25 സെന്റ് താഴെ ഉള്ള സ്ഥലത്ത് പോലും നമ്മുടെ പ്രകൃതി വേണ്ടി, നമ്മുടെ നേച്ചറിന് വേണ്ടി നിങ്ങളുടെ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കൺസർവേഷൻ കാര്യങ്ങളും, വാട്ടർ കൺസർവേഷൻ ആകട്ടെ, നമുക്ക് ചെയ്താൽ അത് നല്ലതായിരിക്കും. നമ്മളെല്ലാവരും ഉദ്ദേശിച്ച ലക്ഷ്യത്തോടെ ഒരുമിച്ച് നമ്മൾ എത്തിച്ചേരാം. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ RDO ടീം, തഹസിൽദാർ ടീം, വില്ലേജ് ഓഫീസേഴ്സ് എല്ലാവർക്കും കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ നേരിട്ടുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഭൂമി തരം മാറ്റി ലഭിക്കാനായി വർഷങ്ങളായി കാത്തിരുന്നവർക്ക് അദാലത്ത് ആശ്വാസമായി. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകൾക്കായുള്ള അദാലത്താണ് കോട്ടയത്ത് നടന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമം 2018 പ്രകാരം ഭൂമിയുടെ സ്വഭാവ വ്യതിയാനത്തിനായി നൽകിയ ഫോറം 6 ഓൺലൈൻ അപേക്ഷകളിൽ സൗജന്യ തരം മാറ്റത്തിന് അർഹമായ 25 സെന്റിൽ താഴെയുള്ള അപേക്ഷകളിലാണ് ഉത്തരവ് നൽകിയത്. കോട്ടയം താലൂക്കിൽ നിന്ന് 368 പേർക്കും, ചങ്ങനാശ്ശേരി താലൂക്കിൽ നിന്ന് 131 പേർക്കും, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് ഒരാൾക്കുമാണ് ഭൂമി തരം മാറ്റി അദാലത്തിലൂടെ ഉത്തരവ് നൽകിയത്. വളരെ സന്തോഷം. 2022 കൊടുത്ത അപേക്ഷയാണ് ഇത് വിളിച്ചതിൽ വളരെ സന്തോഷം. തണ്ണീർത്തടം നികത്തുന്നത് സംബന്ധിച്ച് കരഭൂമിയാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അദാലത്ത് വെച്ചതിന് വളരെ നന്ദിയുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നടക്കുമായിരുന്നു. എന്താണെന്നാലും ഈ സർക്കാർ ഇത് ചെയ്തു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അത് ഞങ്ങൾക്ക് നേരിട്ട് സൗജന്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. വളരെ നന്ദി, വളരെ ഉപകാരമാണ്. എല്ലാവർക്കും അത് വളരെ പ്രയോജനകരമാണ്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് G. നിർമ്മൽകുമാർ, കോട്ടയം RDO വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർ സോളി ആന്റണി, കോട്ടയം തഹസിൽദാർ SN അനിൽകുമാർ, ചങ്ങനാശ്ശേരി തഹസിൽദാർ TA വിജയസേനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കോടിമതയിൽ പഴയ MC റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. പകൽ സമയം പൊടിശല്യവും മഴക്കാലമായാൽ പ്രദേശത്ത് വെള്ളക്കെട്ടുമാണ്. റോഡിന്റെ വശങ്ങളിലെ ഓട കാടും ചെളിയും പിടിച്ച് മൂടിക്കിടക്കുകയാണ്. കോടിമതയിൽ പഴയ MC റോഡിനോട് അധികൃതർ അവഗണന കാട്ടുന്നതായി പരാതി. ടാറും മെറ്റലും ഇളകിക്കിടക്കുന്ന റോഡിൽ പകൽ സമയങ്ങളിൽ രൂക്ഷമായ പൊടിശല്യമാണ്. 15 വർഷത്തോളമായി ഈ റോഡ് ഇത്തരത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നഗരസഭയുടെ 44-ാം വാർഡായ പ്രദേശത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. നിരവധി സ്ഥാപനങ്ങളും വീടുകളും ഈ റോഡിന് സമീപത്തായുണ്ട്. മഴക്കാലമായാൽ റോഡിൽ വെള്ളക്കെട്ടാണ്. റോഡരികിലെ ഓട മാലിന്യവും കാടും നിറഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇതുമൂലം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ റോഡിലൂടെ ഒഴുകി സമീപത്തെ കടകളിലും സ്ഥാപനങ്ങളിലും കയറും. അധികൃതർ തങ്ങളെ അവഗണിക്കുകയാണെന്ന് പ്രദേശത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ബാബു പാച്ചിറ പറഞ്ഞു. ഞങ്ങളിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ കടക്കകത്തെല്ലാം വെള്ളം കയറും. പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ മുഴുവൻ പൊടിയാണ്. ഭയങ്കര ശ്വാസം മുട്ടലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഇപ്പം നമ്മളെ ഒത്തിരി പേര് ചാനലുകാരും അല്ലാതെ എല്ലാവരും വന്ന് നോക്കി ഒരു പ്രയോജനമൊന്നും നമുക്ക് കണ്ടിട്ടില്ല. നിലവിലൊരു ഓടയുള്ളതല്ലേ? അതിന് ഓടയുണ്ട് താഴെ. അത് പുതിയ ഒരു 2 കൊല്ലം മുമ്പ് ഓടയെല്ലാം ഉണ്ടാക്കി പോയതാണ്. പക്ഷേ ഓട അങ്ങ് അറ്റത്ത് കടവിലോട്ട് പോകുന്നില്ല. പിന്നെ വെള്ളം തിരിച്ചിങ്ങ് പോരുക. അതെല്ലാം അടഞ്ഞു കിടക്കുക എന്നുണ്ടാണ്. MLAയ്ക്കും കൗൺസിലറിനും ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്നും റോഡ് ടാർ ചെയ്ത് നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ പറയുന്നു. പരാതിയൊക്കെ ഒത്തിരി കൊടുത്തു, പക്ഷെ ആരും ഒരു അനക്കവും ഇല്ല. പിന്നെ എന്നാ ചെയ്യാൻ? ഞങ്ങളിങ്ങനെ എത്ര പ്രാവശ്യം ഞങ്ങൾ പരാതി എല്ലാവരോടും പറയുന്നുണ്ട്. ആരും ഒന്നും വന്ന് ചെയ്തു തരുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വഴി ഇങ്ങനെ കിടക്കുക. വോട്ടിന്റെ ഒക്കെ സമയമാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു കഴിഞ്ഞു
ഇപ്പം ചെയ്തു തരാം, നാളെ ചെയ്തു തരാം, ആരും ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഒരു 10 വർഷമെങ്കിലും ആയി. തീരെ പറഞ്ഞാൽ ഒരു 10 വർഷമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, പണിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടയ്ക്കകത്തെല്ലാം വെള്ളം, സാധനങ്ങളെല്ലാം നശിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നശിച്ചു. ഓരോ വെള്ളപ്പൊക്കത്തിനും നമുക്ക് നല്ല നഷ്ടങ്ങൾ വരുന്നുണ്ട്. ആരും ഇതിനെക്കുറിച്ച് ഒരു കാര്യമൊന്നും വരാം. നമ്മൾ MLA-മാരോടും മെമ്പർമാരോടും മറ്റുള്ളവരെല്ലാം മുനിസിപ്പാലിറ്റി എല്ലാം പരാതി പറയുന്നുണ്ട്. പക്ഷേ ആരും ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പൊൻകുന്നം റോഡിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ഇടിച്ച് പൊൻകുന്നത്തെ പച്ചക്കറി വ്യാപാരി മരിച്ചു. പൊൻകുന്നം ടൗണിൽ പച്ചക്കറിക്കട നടത്തുന്ന നരിയനാനി നളത്തിൽ രവീന്ദ്രനാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7:30 പൊൻകുന്നം പാലാ റോഡിൽ അട്ടിക്കലിന് സമീപമായിരുന്നു അപകടം. മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ കൂരാലി കുമാരമംഗലത്ത് KS ബിജുമോൻ, സ്കൂട്ടർ യാത്രികൻ മുണ്ടക്കയം കരിനിലം ചെറുവിളാകത്ത് മണികണ്ഠൻ എന്നിവർക്കും പരിക്കേറ്റു. പാലായിൽ നിന്നും പൊൻകുന്നത്തേക്ക് പച്ചക്കറിയുമായി എത്തിയ ലോറിയാണ് ഇടിച്ചത്. രവീന്ദ്രൻ രാവിലെ കട തുറക്കാനായി നടന്നു വരുമ്പോഴാണ് അപകടമുണ്ടായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വഴിയോര കച്ചവടം നടക്കുന്ന പ്രദേശങ്ങളെ കച്ചവട സോണുകളാക്കി മാറ്റണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവട നിയമം പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുക, വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളിൽ നിന്നും അധികാരികൾ പിൻവാങ്ങുക, നിയമത്തെ വെല്ലുവിളിക്കുന്ന വ്യാപാരികൾക്കെതിരെ സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കുക, ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ വിതരണം ചെയ്യുക, വെൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കാതിരിക്കുക, കുടുംബശ്രീ ഉൽപ്പന്ന വിതരണത്തിന് പഞ്ചായത്ത് കോർപ്പറേഷൻ പരിധികളിൽ പ്രത്യേകം പ്രദേശം അനുവദിക്കുക, ബജറ്റിൽ പ്രത്യേക തുക വഴിയോര കച്ചവടക്കാർക്കായി മാറ്റിവെക്കുക, വഴിയോര കച്ചവടങ്ങൾ നടക്കുന്ന പ്രദേശത്തെ പ്രത്യേക കച്ചവട സോണായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോട്ടയത്ത് സമരം നടന്നത്. ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തെ തുടർന്ന് കളക്ടറേറ്റ് കവാടത്തിൽ നടന്ന ധർണയുടെ ഉദ്ഘാടനം വഴിയോര കച്ചവട യൂണിയൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലാലിച്ചൻ ജോർജ് നിർവഹിച്ചു. സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കവുമായി അവർ മുന്നോട്ട് വരികയാണ്. ഇത്തരം നെറുകെട്ട് സമീപനത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടമാരൂപത്തിൽ നടക്കുകയാണ്. ഈ യൂണിയൻ ബഹുമാനപ്പെട്ട പിണറായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് പഞ്ചായത്തുകളിൽ ഈ നിയമം കൊണ്ടുവരാൻ വേണ്ട നിയമ നടപടി. സംഘടന കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് റിബിൻ ഷാ, സംസ്ഥാന കമ്മിറ്റി അംഗം മൻസൂർ ചങ്ങനാശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ്, കോട്ടയം ഏരിയ പ്രസിഡന്റ് സുരേഷ് VT, ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും നടന്നു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും നടന്നു. പൊൻകുന്നം മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ നടന്ന വാർഷികാഘോഷം ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും ഒക്കെ ചിറക്കടവിന് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളായി മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് സ്മരിക്കാവുന്ന കാര്യമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലപ്പോഴും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് പോയപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം അന്യവൽക്കരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്ഥിതിയിലേക്ക് വരുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രാപ്യമല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഹൈസ്കൂളുകളടക്കമുള്ള ഗവൺമെൻറ് സ്കൂളുകളടക്കമുള്ള സ്കൂളുകൾക്ക് എല്ലാവിധ സംരക്ഷണയും നൽകിക്കൊണ്ട് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പരിപാടി തന്നെ ആവിഷ്കരിക്കുകയും എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും ഭൗതിക പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും, അതിലേറ്റവും മുൻപന്തിയിൽ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങൾ പണിതീർക്കുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ നമുക്കിപ്പോൾ കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. PTA പ്രസിഡന്റ് രാധിക ഷിബു അധ്യക്ഷയായി. സിനിമാ താരം അഞ്ജു കൃഷ്ണ അശോക് വിശിഷ്ടാതിഥിയായി. ഒരിക്കലും വിജയം മാത്രമല്ല, ഒരു പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കുന്നതും നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നതും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നതും. കാരണം വിജയം മാത്രം നമ്മൾ കണ്ടുകൊണ്ട് നിന്നാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ടുള്ള വഴി എന്നും അതുപോലൊരു നേർവഴിയാവണം എന്നില്ല.
പലയിടത്തും നമുക്ക് കുണ്ടും കുഴികളും ഒക്കെ നിറഞ്ഞ് മുള്ളും എല്ലാം നിറഞ്ഞിടത്തോടെ ആയിരിക്കും നമ്മൾ നടന്നു പോകുന്നത്. അതെല്ലാം നമുക്ക് നേരിടണമെങ്കിൽ നമ്മൾ തോൽവി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സേതുനാഥ്, ശ്രീലത സന്തോഷ്, VHSC പ്രിൻസിപ്പൽ അനിത VS തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ അധ്യാപക സേവനത്തിൽ നിന്നും വിരമിച്ച റീന സെബാസ്റ്റ്യന് യാത്രയയപ്പും നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സൗത്ത് പാമ്പാടി മുളേക്കുന്ന് ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ തിരുവുത്സവം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്രയും നടന്നു. സൗത്ത് പാമ്പാടി മുളേക്കുന്ന് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് തിരുവുത്സവം ആഘോഷിച്ചത്. വിശേഷാൽ ദ്രവ്യാഭിഷേകം, നവകലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ തിരുവുത്സവത്തിന്റെ ഭാഗമായി നടന്നു. സമാപനത്തോടനുബന്ധിച്ച് രഥഘോഷയാത്ര നടന്നു. കാഞ്ഞിരക്കാട് ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇലക്കൊടിഞ്ഞി, ചെറുവള്ളിക്കാവ്, കുറ്റിക്കൽ ബാങ്കുപടി വഴിയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ശ്രീനാരായണ ഗുരുദേവ കീർത്തനങ്ങൾ ആലപിച്ച് താലപ്പൊലിയേന്തി ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കിടങ്ങൂരിൽ വൈദ്യുതി ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ പഞ്ചായത്ത് പ്രസിഡന്റും പോലീസും ചേർന്ന് അനുനയിപ്പിച്ച് താഴെയിറക്കി. ഈരാറ്റുപേട്ട സ്വദേശി പ്രദീപാണ് ടവറിൽ കയറിയത്. കിടങ്ങൂരിൽ വൈദ്യുതി ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ താഴെയിറക്കി. മണിക്കൂറുകളോളം ടവറിന്റെ മുകളിൽ കയറിയിരുന്ന യുവാവിനെ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് അനുനയിപ്പിച്ചാണ് താഴെയിറക്കിയത്. ഈരാറ്റുപേട്ട സ്വദേശി പ്രദീപാണ് രാവിലെ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. നിരവധി ആവശ്യങ്ങൾ മുഴക്കിയാണ് ഇയാൾ ടവറിൽ കയറിയത്. മുഖ്യമന്ത്രിയോ സുരേഷ് ഗോപിയോ സ്ഥലത്തെത്തിയാൽ മാത്രമേ താഴെയിറങ്ങിയുള്ളൂവെന്നാണ് പ്രദീപ് ആദ്യം പറഞ്ഞത്. തനിക്ക് സ്വന്തമായി ഒരു വീടില്ലെന്നും നിരവധി കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും ഇയാൾ ടവറിന്റെ മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു. രാവിലെ 6 മണിയോടെയാണ് ഇയാൾ ടവറിൽ കയറിയതെന്നാണ് സൂചന. 8 മണിയോടെയാണ് നാട്ടുകാർ ഇക്കാര്യം ശ്രദ്ധിച്ചത്. ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തുടർന്ന് അവിടെ എത്തിയ കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും യുവാവിനെ അനുനയിപ്പിച്ചു. യുവാവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇയാൾ താഴെയിറങ്ങിയത്. കിടങ്ങൂർ പഞ്ചായത്തിന് സമീപത്തിലെ താമസക്കാരനാണ് പ്രദീപ്. പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ച് മാർച്ച് മാസത്തിനുള്ളിൽ വീട് വയ്ക്കാനുള്ള അവസരം നൽകുമെന്നും അല്ലെങ്കിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ വീട് വെച്ച് നൽകാമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം ചാന്നാനിക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിൽ നടന്ന ഉണ്ണിയൂട്ട് ഭക്തിസാന്ദ്രമായി. കോട്ടയം ചാന്നാനിക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞവേദിയിൽ ഉണ്ണിയൂട്ട് നടന്നു. നിരവധി കുരുന്നുകളാണ് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത്. യജ്ഞവേദിയുടെ ഇരുവശത്തുമായി ഇരുന്ന് കുരുന്നുകൾ അമൃതഭോജനം നടത്തിയപ്പോൾ സപ്താഹ ചടങ്ങുകളും ധന്യമായി. പുലിമുഖം ജഗന്നാഥ ശർമ്മയുടെ നേതൃത്വത്തിലാണ് 18ാമത് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. വെള്ളിയാഴ്ച സപ്താഹവേദിയിൽ രുക്മിണി സ്വയംവരം നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി KG കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 40ാം വാർഷികം ഗ്രിഗോറിയൻ മഹാസംഗമമായി നടത്തുന്നു. ജനുവരി 21 ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് റൂബി ജൂബിലി ഗ്രിഗോറിയൻ മഹാസംഗമം നടക്കുന്നത്. 11:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനം ഗ്രിഗോറിയനും MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് റജി സഖറിയ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ജനുവരി മാസം 21-ാം തീയതി പാമ്പാടി KG കോളേജ് അങ്കണത്തിൽ വെച്ച് അലുമിനിയുടെ റൂബി ജൂബിലി ആഘോഷം മഹാസമ്മേളനമായി നടത്തുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിലേക്ക് എല്ലാ അലുമിനി ചാപ്റ്റേഴ്സിനെയും എല്ലാ അലുമിനി മെമ്പേഴ്സിനെയും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാല KM മാണി ബൈപ്പാസിലേക്ക് സ്വാഗതം അരുളി പാല നഗരസഭ. പുലിയന്നൂർ ജംഗ്ഷനിൽ നഗരസഭയുടെ സ്വാഗത കമാനം സ്ഥാപിച്ചു. ഏറ്റുമാനൂർ പാലാ പാതയും പാലാ KM മാണി ബൈപ്പാസും സംഗമിക്കുന്ന പുലിയന്നൂർ ജംഗ്ഷനിലെ നഗരാതിർത്തിയിൽ നഗരസഭ സ്വാഗത കമാനം സ്ഥാപിച്ചു. പാലാ നഗരസഭയുടെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമാനം സ്ഥാപിച്ചത്. ചെയർപേഴ്സൺ ജോസിൻ ബിനോ സ്വാഗത കമാനം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം റൂട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ കവാടമാണ്.
വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സമാനമായ രീതിയിൽ തന്നെ തൊടുപുഴ റോഡിലും വെൽക്കം ബോർഡ് വെച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ കേമാണി ബൈപ്പാസ് റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ തന്നെ. നമ്മൾ ഈ ബൈപ്പാസ് തുടങ്ങുകയും നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റി അതിർത്തി പങ്കെടുക്കുന്ന ഈ സ്ഥലവും നല്ലൊരു ബോർഡുകൾ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023-24 വർഷത്തെ പ്രോജക്റ്റ് പടി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായി ഇത് തയ്യാറാക്കി സമയം വളരെ കുറച്ച് മാത്രം ഇടവാക്കി ചെയ്ത് നമ്മുടെ കോൺട്രാക്ട് JC നമ്മുടെ AXC ഡിപ്പാർട്ട്മെന്റ് എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ലീന സണ്ണി, സിജി പ്രസാദ്, ആർ സന്ധ്യ, മായ പ്രദീപ്, സതീഷ് ശശികുമാർ, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരപ്രദേശത്തെ എല്ലാ പ്രധാന പാതകളിലെയും നഗരാതിർത്തികളിലും സ്വാഗത കമാനങ്ങൾ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. KPSTA കോട്ടയം ജില്ലാ സമ്മേളനം ജനുവരി 19, 20 തീയതികളിൽ പൊൻകുന്നം വ്യാപാര ഭവനിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ജില്ലാ കൌൺസിൽ യോഗം നടക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ആന്റണി MP ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സമ്മേളന നഗറിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം പൊൻകുന്നം രാജേന്ദ്ര മൈതാനത്ത് എത്തിച്ചേരും. തുടർന്ന് പ്രതിനിധി സമ്മേളനവും പുതിയ കൌൺസിൽ തെരഞ്ഞെടുപ്പും നടക്കുമെന്നും ഭാരവാഹികൾ പൊൻകുന്നത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KPSTA കോട്ടയം റവന്യൂ ജില്ലാ സമ്മേളനം 2024 ജനുവരി 19, 20 തീയതികളിൽ പൊൻകുന്നം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ സംഘടനകളുടെ ഏകദേശം 500-ൽ പരം അധ്യാപകരെയാണ് 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. 20-ാം തീയതി സംഘടനയുടെ ഉച്ച കഴിഞ്ഞ് കരുത്ത് വിളിച്ചറിയിക്കുന്ന സമ്മേളന നഗരിയിൽ നിന്ന് രാജേന്ദ്ര മൈതാനത്തിലേക്ക് അധ്യാപക പ്രകടനം നടത്തുന്നതാണ്. വെള്ളാവൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും BVS സംസ്ഥാന പ്രസിഡന്റുമായ സുരേഷ് മൈലാട്ടുപാറയുടെ മകൻ ശ്രീശാന്ത് S നിര്യാതനായി. 17 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ. കറിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ശ്രീശാന്ത്. അറിയിപ്പ്: ITI ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഫിറ്റർ ട്രേഡുകളിൽ അപ്രന്റീസ്ഷിപ്പ് പരിശീലനത്തിന് ഒഴിവുണ്ട്. താൽപര്യമുള്ള ITI യോഗ്യതയുള്ളവർക്ക് www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം കോട്ടയം തിരുനക്കര മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RI സെന്ററിൽ നേരിട്ടെത്തി ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നടത്തണം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481-256-1803. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനുവരി 20, 21 തീയതികളിൽ ക്രിയേറ്റേഴ്സ് സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 3 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെ ബാലപാഠങ്ങൾ രസകരമായ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ പരിശീലിപ്പിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8921636122 8289810279 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമി തരം മാറ്റൽ അദാലത്ത്. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ 500 പേർക്ക് ആശ്വാസം. ഭൂമി തരം മാറ്റി ഉത്തരവ് കൈമാറി. കോട്ടയം കോടിമതയിൽ പഴയ MC റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. 15 വർഷമായി ടാറ് പൊളിഞ്ഞു കിടക്കുന്നു. റോഡരികിലെ ഓട നികന്നുപോയി. അവഗണനയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പൊൻകുന്നം അട്ടിക്കലിൽ നിയന്ത്രണം വിട്ട മിനിലോറി ഇടിച്ച് പൊൻകുന്നത്തെ പച്ചക്കറി വ്യാപാരി മരിച്ചു. മരിച്ചത് ടൗണിൽ പച്ചക്കറി കട നടത്തുന്ന രവീന്ദ്രൻ. മിനിലോറി ഇടിച്ച് 2 ഇരുചക്ര വാഹനയാത്രക്കാർക്കും പരിക്കേറ്റു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.